തിരക്ക് പിടിച്ച് അടുക്കളയിൽ ജോലി ചെയ്യാണ് ഞാൻ. 9 മണിയാകുമ്പോഴേക്കും പണിയെല്ലാം തീർത്ത് ജോലിക്ക് പോകണം. തയ്യലാണ്. സ്വന്തമായി ഒരു തയ്യൽ കടയുണ്ട്. കുറേ കാലം ഗൾഫിലായിരുന്നു. ഗൾഫ് മതിയാക്കി നാട്ടിൽ വന്ന് തരക്കേടില്ലാത്ത ഒരു വീട് വെച്ചു. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ മോൻ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യും മമ്മിയെന്ന്. അങ്ങനെ പണ്ട് പഠിച്ച തയ്യൽ വീണ്ടും തുടങ്ങി. ഞാൻ മാലതി. ഇപ്പോൾ ഞാനും മോനും മാത്രമേ വീട്ടിലുള്ളൂ. ഭർത്താവ് പണ്ടേ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. എനിക്ക് 18 വയസ്സായപ്പോഴേക്കും എന്നെ കല്യാണം കഴിച്ചു വിട്ടു. ഏതോ ഒരു അമ്മാവൻ അമ്മയോട് പറഞ്ഞു, മോൾക്ക് 18-ൽ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 30 കഴിഞ്ഞ് നടക്കുമെന്ന്. ജാതകം അങ്ങനെയാന്ന്. അങ്ങനെ എന്നെ അമ്മയുടെ പിടിവാശിയിൽ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ആളൊരു സർക്കാർ ജോലിക്കാരനായിരുന്നു. അയാൾക്കും പക്വതെത്താത്ത പ്രായമായിരുന്നു. പെട്ടെന്ന് തന്നെ മോനുണ്ടായി. അടുത്ത വർഷം ഒരു കുഞ്ഞും കൂടി ഉണ്ടായി. പക്ഷേ ആ കുഞ്ഞ് പ്രസവത്തോടു കൂടി മരിച്ചുപോയി. പിന്നീട് എനിക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മോന് 5 വയസ്സ് കഴിഞ്ഞപ്പോൾ ഭർത്താവുമായി പിരിഞ്ഞു. സഹകരിച്ചു പോകാൻ പറ്റില്ലെന്ന് അയാൾ എന്നോട് പറഞ്ഞു. കാരണം അയാളുടെ അമ്മ പറയുന്നതാണ് കേൾക്കുക. ഭാര്യയായ ഞാൻ പറയുന്നത് കേൾക്കുക കൂടിയില്ല. എന്ത് കാര്യവും അമ്മ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മകൻ. പിന്നീടെന്നും വഴക്കായി. ഞാൻ കുഞ്ഞുമായി എൻ്റെ വീട്ടിലേക്ക് പോന്നു. കുറേ നാൾ തയ്യൽ ജോലി ചെയ്തു. അങ്ങനെ ഒരു അവസരത്തിൽ വിദേശത്ത് പോകാൻ അവസരം കിട്ടി. ഞാൻ പോയി. 12 വർഷം ഗൾഫിൽ ജോലി ചെയ്തു. മോനെ അമ്മ നോക്കി. ആ സമയത്ത് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് അച്ഛൻ മരിച്ചു. കുറേ നാൾ മുമ്പ് അമ്മയും. മോനിപ്പോൾ PG ചെയ്യാണ്. എൻ്റെ കണ്ണൻ. കണ്ണൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. മനോജ് കുമാർ എന്നാണ് ശരിക്കും പേര്. ഞാൻ പെട്ടെന്ന് കുളിച്ച് റൂമിൽ നിന്നും ഡ്രസ്സ് മാറുമ്പോൾ മോൻ വന്ന് വിളിച്ചു, മമ്മി വാ ഫുഡ് കഴിക്കാം. ആ ദാ വരുന്നു കണ്ണാ, ഞാൻ വിളിച്ചു പറഞ്ഞു. അവൻ രാവിലെ എന്നും നടക്കാൻ പോകും. അത് കഴിഞ്ഞ് വന്ന് വ്യായാമം ചെയ്യും. 5ാം ക്ലാസ് മുതൽ കരാട്ടയും പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളൊരു സൈസ് പയ്യനാണ്. ഉറച്ച മസിലുകൾ തെളിഞ്ഞ് കാണാം. ഞാൻ ഡ്രസ് ചെയ്ത് വാതിൽ തുറന്ന് വന്നു. അപ്പോൾ മോൻ വാതിക്കൽ നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, മമ്മി കഴിക്കുന്നില്ലേ? ഞാൻ അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ നീ സാരി ഒന്ന് പിടിച്ചേ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി. അവൻ സാരിയിൽ പിടിച്ച് മടക്കാൻ തുടങ്ങി. അവൻ എന്നെ നോക്കി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ ഈ സാരി ഒരൊഴുക്കം മട്ട, ഉടുക്കാൻ നല്ല പാടാ. ചെറുപ്പം മുതലേ അവൻ തന്നെയാണ് എനിക്കിതിനൊക്കെ സഹായിക്കാനുള്ളത്. അങ്ങനെ ഞാൻ സാരി ഞൊറിഞ്ഞുടുത്തു. അവൻ എന്നെ സഹായിക്കുന്നുണ്ട്. മോൻ ഒതുങ്ങിയാണ് നിൽക്കുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, കണ്ണ നീ താഴെയുള്ള ഞൊറിയിൽ ഒന്ന് ശരിയാക്കിക്കേ. അവൻ സാരി ഞൊറിയിൽ ശരിയാക്കാൻ തുടങ്ങി. ഇടയ്ക്ക് മുകളിലേക്ക് നോക്കി ചിരിക്കുന്നുമുണ്ട്. ഞാൻ തോളിടാനുള്ള ഭാഗം ഞൊറിയുകയാണ്. അങ്ങനെ ഞാൻ സാരി ഉടുത്തു കഴിഞ്ഞ് കണ്ണാടിയിൽ പോയി നോക്കി വട്ടം കറങ്ങി. മമ്മി കൊള്ളാം, അടിപൊളിയാ, അവൻ നിലത്തിരുന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് വട്ടം കറങ്ങി. മമ്മി ഈ സാരിയിൽ മമ്മി സുന്ദരി പെണ്ണ് തന്നെ, ഞാൻ മോനെ നോക്കി പറഞ്ഞു. അല്ലേലും മമ്മി സുന്ദരി അല്ലേടാ. പിന്നെ എൻ്റെ മമ്മി സൂപ്പർ സുന്ദരിയല്ലേ. ഇന്നെന്തായാലും മമ്മി കടയിൽ ചെല്ലുമ്പോൾ പല ആണുങ്ങളും മമ്മിയോട് സംസാരിക്കാൻ വരും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതേടാ, അതൊക്കെ മമ്മിയുടെ ആരാധകരാണ്. അറിയാം മമ്മി, ഇന്ന് മമ്മിക്ക് ആരാധകർ കുറച്ച് കൂടും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കണ്ണാടിയിൽ നോക്കി നിന്നു. ശരിയാ, ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് അവൻ്റെ ബൈക്കിൽ പുറപ്പെട്ടു. എനിക്ക് പോകാൻ ആക്റ്റീവയുണ്ട്. അതിലാണ് എന്നും പോകുന്നത്. ആ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ടാണ് മോൻ്റെ കൂടെ ഇന്ന് പോകുന്നത്. പലരും സംശയം പോലെ എന്നോട് ചോദിക്കും, മാലതിനെ ബൈക്കിൽ കൊണ്ടുവിടുന്നത് ആരാണെന്ന്. ഞാൻ അവരോടൊക്കെ തമാശ പോലെ പറയും, അതെൻ്റെ കാമുകനാണെന്ന്. അവർ വിശ്വസിക്കും. കാരണം മോൻ ഹെൽമെറ്റ് വെച്ചാണ് വണ്ടി ഓടിക്കുന്നത്. എന്നെക്കാൾ അല്പം പൊക്കവും വണ്ണവും അവനുണ്ട്. ടീഷർട്ടൊക്കെ ഇട്ട് വരുമ്പോൾ കയ്യിലെ മസിലൊക്കെ കാണുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. എൻ്റെ അടുത്ത് തയ്ക്കാൻ വരുന്ന സൈനബ പറയും, മാലതി ഇപ്പോൾ കണ്ണനെ കണ്ട കൊച്ചുപയ്യനായിട്ട് തോന്നില്ല. ഞാൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കും, പിന്നെ എങ്ങനെ തോന്നും സൈനബ? എൻ്റെ മാലതി, ഞാൻ തമാശ പറഞ്ഞതല്ല. കണ്ണൻ ആൾ വലിയ ആളായി. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
എടി സൈനബ, അവൻ വലുതായാലും എനിക്കവൻ എൻ്റെ കൊച്ച. പിന്നെ വേറെ ചിലർ പറയും ഞാനും കണ്ണനും ബൈക്കിൽ വന്നു, എന്നെ വന്നിട്ട് അവൻ പോയി കഴിയുമ്പോൾ മാലതി കണ്ണൻ്റെ കൂടെ മാലതി വന്നിറങ്ങുമ്പോൾ എനിക്ക് തോന്നും കണ്ണൻ മാലതിയുടെ ഭർത്താവാണെന്ന്. ഞാൻ അവരെ നോക്കി വെറുതെ ചിരിക്കും. ഇതൊക്കെ വൈകുന്നേരം ഞാനും കണ്ണനും കൂടി പറഞ്ഞു ചിരിക്കും. അപ്പോൾ അവൻ എന്നോട് പറയും, മമ്മി എൻ്റെ ബൈക്കിൽ മമ്മി വരുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയുന്നത് ഏതോ പെണ്ണിനെയും കൊണ്ട് കറങ്ങിയിട്ട് വരുന്നതാണെന്നാ. ആഹാ, അപ്പോൾ നീ എന്ത് പറയും കണ്ണാ? ഞാൻ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പോൾ ഞാൻ അവരോട് തമാശയ്ക്ക് പറയും അതെൻ്റെ കാമുകയാണെന്ന് നിങ്ങൾ കരുതിക്കോളാൻ. ആ ആ മോനെ, നമ്മുടെ സമൂഹം അങ്ങനെയാണ്. അത് മാത്രമല്ല മമ്മി, മമ്മിയെ കണ്ടാൽ എന്നെപ്പോലൊരു മകനുണ്ടെന്ന് പോലും ആരും പറയില്ല. ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മമ്മി, എൻ്റെ ഫ്രണ്ട് മീര എന്നോട് പറയാ. എന്താടാ, എന്താ അവൾ പറഞ്ഞത്? അത് നമ്മളൊരു ദിവസം ടൗണിൽ നിന്നും ബൈക്കിൽ പോരുന്നത് അവൾ കണ്ടു. പിന്നീട് അവൾ എന്നെ കണ്ടപ്പോൾ ചോദിക്കാം, എടാ മനോജെ, കഴിഞ്ഞ ദിവസം നിൻ്റെ കൂടെ ബൈക്കിൽ വന്ന പെണ്ണിനെ കെട്ടിച്ചതാണോ, ഇല്ലെങ്കിൽ എൻ്റെ ഒരു കസിന് വേണ്ടി ആലോചിച്ചോലോ എന്ന്. ഞാൻ അവനോട് ചിരിച്ചുകൊണ്ട് അപ്പോൾ പറഞ്ഞു, നിനക്ക് പറയാൻ മേലായിരുന്ന കണ്ണ, കെട്ടിച്ചതല്ല വേണമെങ്കിൽ ആലോചിച്ച് ചെന്നോ എന്ന്. ആ, ഞാനൊന്നും പറയാൻ പോയില്ല മമ്മി. ഞങ്ങളിടക്ക് എവിടെയെങ്കിലും വൺ ഡേ ട്രിപ്പിനൊക്കെ പോവും, അതും ബൈക്കിലാണ്. അപ്പോഴൊക്കെ ഞാൻ ചുരിദാറാണ് ഇടാറ്. കാരണം ലോങ് ട്രിപ്പ് ബൈക്കിൽ ചെരിഞ്ഞിരിക്കുമ്പോൾ വളരെ പ്രയാസമുണ്ടാകുന്ന കാര്യമാണ്. ഞാൻ മോൻ്റെ പുറകിൽ അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. പലയിടത്തും ഞങ്ങളെ പരിചയമില്ലാത്ത ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങൾ കപ്പിൾസ് ആണെന്നാണ്. ആ രീതിയിലാണ് അവർ ഞങ്ങളോട് പെരുമാറുന്നത്. വീട്ടിൽ ഞാൻ മാക്സിയാണ് കൂടുതൽ ഇടാറ്. ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടുന്നതാണ് കണ്ണന് ഇഷ്ടം. അവൻ എന്നോട് പറയും, മമ്മിക്ക് കുറച്ചുകൂടി മോഡേൺ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടൂടെ എന്ന്. ഞാൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറയും, കണ്ണ, ഇതിനിപ്പോൾ എന്താ കുഴപ്പം, ഇതും മോഡേൺ അല്ലേ എന്ന്. അവന് അതിനേക്കാൾ ഇഷ്ടം കുറച്ചുകൂടി മോഡേണായിട്ട് നടക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവൻ ചോദിക്കും, മമ്മി ഗൾഫിലായിരുന്നില്ലേ, അവിടെയൊക്കെ ജീവിച്ച മമ്മിക്ക് പുതുമയൊന്നും അറിയില്ലേ? അത് കണ്ണാ, ആ നാട് പോലെ അല്ലല്ലോ നമ്മുടെ നാട്. ഇവിടുത്തെ സമൂഹം, ആളുകളുടെ സ്വഭാവം, കാഴ്ചപ്പാട്, ഇതൊക്കെ വ്യത്യാസമുണ്ട്. ആ ശരിയാ മമ്മി, എനിക്ക് അവൻ്റെ കൂടെ നടക്കുന്നതും യാത്ര ചെയ്യുന്നതും വളരെ ഇഷ്ടമാണ്. നല്ല ആരോഗ്യവും ബോഡിയുമുള്ള ചെറുപ്പക്കാരൻ്റെ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. പിറ്റേന്ന് വൈകുന്നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, കണ്ണ, വല്യമാവനില്ലേ? ആ, രവിമാമനല്ലേ? അതേടാ, പുള്ളി എന്നെ വിളിച്ചിരുന്നു. എന്താ മമ്മി കാര്യം? അത് അടുത്ത ആഴ്ച പുള്ളിയുടെ ഹൗസ് വാമിംഗ് ആണ്. ഓ, പോണോ മമ്മി? അവൻ എന്നെ നോക്കി ചോദിച്ചു. പോയാൽ എല്ലാവരുമായി ബന്ധം പുലർത്തണം, കുറേ ആളുകൾ കാണും. ഞാൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എന്നാൽ പിന്നെ പോയിട്ട് വരാം അല്ലേ മമ്മി, നമുക്കും ഒരു ചേഞ്ച് ആകും. അത് ശരിയാ കണ്ണ. ഞാൻ രാവിലെ മുറ്റടിക്കുമ്പോൾ അയൽപക്കത്തെ ജോർജ് ചേട്ടൻ എന്നോട് സംസാരിക്കാൻ വന്നു. ഞാൻ അല്പം മോഡേണായിട്ടുള്ള മാക്സിയാണ് ഇട്ടിരുന്നത്, ഞാൻ തന്നെ തയ്ച്ചത്. അയാൾ സംസാരിക്കുമ്പോൾ എന്നെ നന്നായി നോക്കുന്നത് ഞാൻ കണ്ടു. അല്പം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ കണ്ണൻ എന്നോട് ചോദിച്ചു, എന്താ മമ്മി ആ ജോർജ് ചേട്ടൻ മമ്മിയോട് ചോദിച്ചത്? ഏയ് ഒന്നുമില്ലടാ, വെറുതെ കുശലാന്വേഷണം. അവൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താടാ നിനക്കൊരു സംശയം പോലെ? ഞാൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഏയ് സംശയമൊന്നുമില്ല. അയാൾ മമ്മിയോട് എന്തൊക്കെ ചോദിച്ച് ചിരിക്കുന്നത് കണ്ടു. ഓ അതോ, അത് അയാൾക്ക് സ്ഥിരമുള്ളതല്ലേ. അവൻ എന്നെ നോക്കി നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ണ, എന്നെ കാണുമ്പോൾ അയാൾക്ക് ഇച്ചിരി ഒലിപ്പേര് കൂടുതലാ. ആ അത് ശരിയാ മമ്മി, അവൻ പറഞ്ഞു. ഞാൻ അല്പം ഗൗരവത്തിൽ അവനെ നോക്കി ചോദിച്ചു, എന്ത് ശരിയാണെന്ന്? അല്ല മമ്മി, അയാൾക്ക് മമ്മിയെ കാണുമ്പോൾ അല്പം ഒലിപ്പിക്കലുള്ളതല്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവനെ മുഴുവനായി നോക്കിയിട്ട് പാത്രം കഴുകാൻ തുടങ്ങി. മമ്മിയെ അയാൾ നോക്കുന്നത് ഞാൻ ജനലിൽ കൂടി കണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞ് അവനെ നോക്കി. അതേ മമ്മി മുറ്റോടിക്കുമ്പോൾ അയാൾ റോഡിൽ കൂടി നടന്നു പോവായിരുന്നു. പെട്ടെന്ന് തിരിച്ചു വന്നിട്ടാണ് മമ്മിയോട് സംസാരിച്ചത്.
അയാൾ പോകുന്നത് ഞാനും കണ്ടായിരുന്നു. അവൻ എന്നെ നോക്കിയിട്ട് ചിരിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, മമ്മിയെ ഈ കോലത്തിൽ കണ്ടപ്പോൾ അയാൾക്ക് സഹിച്ചു കാണില്ലായിരിക്കും. ഞാൻ അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കണ്ണ, ഞാൻ ഈ കോലത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ? അപ്പോൾ കുറച്ചുകൂടി മോഡേൺ ആയിരുന്നെങ്കിൽ എന്താകും എൻ്റെ അവസ്ഥ? അവൻ എന്നെ മുഴുവനായിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ ശരിയാ, ചിലപ്പോൾ മമ്മി ആളുകൾ പൊക്കിക്കൊണ്ട് പോകും. ഒന്ന് പോടാ. അതേ മമ്മി, സത്യമായിട്ടും മമ്മിയെ ആ ജോർജേട്ടൻ നോക്കുന്ന നോട്ടം കാണണമായിരുന്നു. ഞാൻ കണ്ടു കണ്ണ. മമ്മി അവരൊക്കെ അടങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയോ? എന്താ? അതെ, ഞാൻ കരാട്ട പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് അതറിയാലോ. ആ, അത് ശരിയാ കണ്ണ. ഞാൻ അവൻ്റെ മുന്നിൽ നിന്നും പാത്രം കഴുകൽ തുടർന്നു. അവൻ എൻ്റെ പുറകിൽ നിന്നും എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. മമ്മി, ഞാൻ കുളിക്കാൻ കയറുകയാണേ. ആ, വേഗം ഇറങ്ങണം, എനിക്ക് കുളിക്കാനുള്ളതാ, ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വന്നു. എടാ, തറ നന്നായി തുടക്ക്, അല്ലെങ്കിൽ പനി പിടിക്കും. അത് പറഞ്ഞ് ഞാൻ കയറി. ഞാൻ കുളിച്ചിട്ട് ഹാളിലേക്ക് നടന്നു വരികയാണ്. അവനവിടെ ഹാളിൽ സോഫയിലിരിക്കുന്നുണ്ട്. ഞാൻ വരുന്നത് കണ്ട് അവൻ എന്നോട് പറഞ്ഞു, മമ്മി ഇന്നാ ഫോൺ, ആൻറ്റിയാണ്. എൻ്റെ നേരെ അവൻ ഫോൺ നീട്ടി. ഞാൻ ഫോൺ വാങ്ങി. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു പോയി. ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അലമാരിൽ നിന്നും ഡ്രസ്സ് എടുത്തു. എൻ്റെ കസിൻ സിസ്റ്ററാണ് ഫോണിൽ സംസാരിക്കുന്നത്. ഞാൻ അവരോട് കുറച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു കണ്ണനോട് സംസാരിക്കാൻ. എന്നിട്ട് ഞാൻ കണ്ണനെ വിളിച്ചു. കണ്ണാ. അവൻ അകത്തേക്ക് വന്ന് എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ മമ്മി? എടാ, നിന്നോട് ആൻറ്റിക്ക് എന്തോ പറയാനുണ്ട്. ഞാൻ ഫോൺ നീട്ടി. അവൻ ഫോൺ വാങ്ങി ബെഡിലിരുന്നു. എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ലൗഡ് സ്പീക്കറിലിട്. അവൻ ലൗഡ് സ്പീക്കറിലിട്ടു. ഇപ്പോൾ അവർ പറയുന്നത് എനിക്ക് കേൾക്കാം. അവർ ചോദിക്കുന്നതിന് കണ്ണൻ മറുപടിയും കൊടുക്കുന്നുണ്ട്. ചിലതിന് ഞാനും മറുപടി കൊടുക്കുന്നുണ്ട്. എന്നെ നോക്കിയാണ് അവൻ സംസാരിക്കുന്നത്. ഫോണിൽ കൂടി മറുപടി പറയാൻ വേണ്ടി ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലും. അവൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഫോണിൽ കൂടി അവരോട് മറുപടി പറയും. ആ സമയത്തെല്ലാം അവനെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ അവർ കുറച്ചു നേരം കണ്ണനോട് വിശേഷങ്ങൾ തിരക്കി. അവൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒരുങ്ങാൻ തുടങ്ങി. ഒരുങ്ങിക്കഴിയുന്നവരെ കണ്ണൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും കണ്ണനും കൂടി ബൈക്കിലാണ് ഹൗസ് വാമിങ്ങിന് പോയത്. 2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാ ബന്ധുക്കളും ഉണ്ടായിരുന്നു. എല്ലാവരുമായി സംസാരിച്ച് തമാശ പറഞ്ഞു. അങ്ങനെ ഒരുപാട് സമയം കടന്നുപോയി. അത്യാവശ്യം വലിയ വീടാണ്. 2 നില വീട്. താഴെ 2 റൂമും ഹാളും, കിച്ചണും ഡൈനിങ് ഹാളും സിറ്റ് ഔട്ടും. മുകളിൽ 2 റൂമും ചെറിയ ഹാളും. എല്ലാ റൂമിലും ബാത്റൂമും ഉണ്ട്. അങ്ങനെ രാത്രിയായി. അടുത്തുള്ള ആളുകളൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമായി. ഞങ്ങൾ കുറച്ച് പേരിരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ ഉറക്കം വന്നിട്ട് ഹാളിൽ കൂടി വന്ന് എല്ലാ മുറിയിലും നോക്കി. താഴെ എല്ലാ റൂമിലും ആളുകൾ കിടക്കുന്നുണ്ട്. കൂടുതലും പ്രായമായ ആളുകളാണ്. ഞാൻ മുറ്റത്തേക്ക് വന്ന് നോക്കി. അവിടെയും കണ്ണനില്ല. വേറെ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നു. അവിടെ ചെറിയ ഹാളിൽ ചിലർ കിടക്കുന്നുണ്ട്. ആ റൂമിൽ മുഴുവൻ പെണ്ണുങ്ങളാണ്. അവർ മത്തി അടുക്കിയ പോലെ കിടക്കാണ്. അടുത്ത മുറിയിൽ നോക്കിയപ്പോൾ ഒരു കട്ടിലിൽ 3 ആണുങ്ങൾ കിടക്കുന്നുണ്ട്. അവർ നല്ല പൂസാണ്. താഴെ ഇരുന്ന് കുടിക്കുന്നത് കണ്ടതാണ്. അതും കസിൻസാണ്. ഭിത്തിയോട് ചേർന്ന് ഒരു ദിവാങ്കോട്ട് കിടക്കുന്നുണ്ട്. അതിൽ കണ്ണൻ കിടക്കുന്നുണ്ട്. ഒരാൾക്ക് കൂടി വേണമെങ്കിൽ അവിടെ കിടക്കാം. ഞാൻ അതിൻ്റെ സൈഡിലിരുന്ന് കണ്ണനെ വിളിച്ചു. കണ്ണ ഡാ. അവൻ കണ്ണു തുറന്ന് എന്നെ നോക്കി. റൂമിൽ ചെറിയ വെളിച്ചമേ ഉള്ളൂ. എടാ മമ്മിയാ, നീ ഇച്ചിരി നീ കിടന്നേ. മമ്മി ഇവിടെ സ്ഥലം കുറവാ. അവൻ ചരിഞ്ഞു കിടന്ന് ഞാൻ അവൻ്റെ സൈഡിൽ കിടന്നു. എടാ ഞാൻ താഴെ വീഴും, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മമ്മിയെ ഞാൻ വീഴിക്കോ? ഞാൻ മമ്മിയെ പിടിച്ചോളാം. അവൻ എൻ്റെ അടുത്തേക്ക് കിടന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതായത് ഇതിൻ്റെ ബാക്കിയാണ് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിലേക്ക് ഇടുന്നത്. അത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.